ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ. അരപ്പെല്ലാം നേരത്തെ നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ട്. ചിക്കനിൽ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം, സവാള സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞെടുക്കുക. നമുക്ക് ആവശ്യമനുസരിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ക്യാപ്സിക്കം 2 എടുത്തിട്ടുണ്ട്, സവാള 2 എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ്. ഇതിൽ നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അരപ്പ് മസാല മാത്രം ചേർത്തിട്ടില്ല, കറി മസാല മാത്രം ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മളത് പൊരിച്ച് കോരി ഇടുന്നു. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി കെമിക്കലും ഇതൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അത്രയും നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇത് വറുത്ത് കോരി എടുത്തതാണ് ഇത്. ഇനി അടുത്തത് ഇങ്ങനെ കുറേശ്ശെ കുത്തിട്ട് വറുത്ത് കോരുന്നതും കുറേശ്ശെ ആയിട്ട് വറുത്ത് കോരണം. കുത്തിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഇറച്ചിയുടെ പീസ് പിരിഞ്ഞു പോകും. കുറച്ചാകുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. ഇത് മല്ലിയെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ബാക്കി വരുന്ന എണ്ണയിൽ വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ വറുക്കാൻ. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ചീനിച്ചട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ആ എണ്ണ ഇതിൽ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് എടുത്ത് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ തിക്കായിട്ട് വഴണ്ട് വരണം. നമ്മൾ ഈ ക്യാപ്സിക്കും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെയൊക്കെ നല്ല എണ്ണയായിട്ട് തിക്കായിട്ട് വരണം. അതിന് ശേഷം മാത്രമാണ് ഇനി അടുത്ത്. അതിനുശേഷം നമ്മളൊരു തക്കാളി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. അത് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം തക്കാളി പിന്നീട് എടുത്ത് അരിയാവും. അല്ലാതെ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. തക്കാളിയും കൂടെ അരിഞ്ഞ് അതും കൂടെ ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നല്ലതുപോലെ തിക്കായിട്ട് വഴണ്ട് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് വീണ്ടും കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ചില്ലി ചിക്കൻ്റെ ആ കറിക്കൊരു നല്ലൊരു കൊഴുപ്പും കിട്ടും. അത് നമ്മൾ അതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അതൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ ആ മസാലയും ക്യാപ്സിക്കോ അതെല്ലാം കൂടെ നല്ലപോലെ ഇതിനകത്ത് പുരണ്ട് കിട്ടണം. എന്ന് വെച്ചാൽ നല്ല വഴറ്റിയെടുത്ത് ഒരു തിക്കായിട്ട് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഹാർഡ്നെസ് ആയിട്ട് മറ്റേ നമുക്കൊരു ഇത് ടിക്കിങ് കിട്ടത്തില്ല. അതിപ്പോൾ നല്ലതുപോലെ നമ്മൾ വഴറ്റി എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ആ കോൺഫ്ലവറിൻ്റെ വെള്ളം എടുത്ത് യോജിപ്പിച്ച വെള്ളം ഇതിനകത്ത് ഒഴിക്കും. അപ്പം നമുക്ക് ആ തിക്കായിട്ട് ആ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഉണ്ട് ഇപ്പം കണ്ട ഓൾറെഡി ഗ്രേവി ആയിട്ടുണ്ട്. ഇനി അത് കുറച്ചൊന്ന് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിന് ശേഷം വെയിറ്റ് ചെയ്യുന്ന നേരത്തോട് ശകലം പഞ്ചസാര നമ്മളൊന്ന് ആഡ് ചെയ്തെടുക്കുക. മധുരം ഓൾറെഡി എത്രയാണ് മധുരം ഈ മധുരം നമ്മൾ ഇത്രയും 3 സ്പൂൺ ചേർത്തെങ്കിൽ ആ മധുരം അത്രയൊന്നും തിക്കായിട്ട് നമുക്ക് വരത്തില്ല. ഇപ്പം കണ്ട ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ അലിയിപ്പിച്ച് ചേർത്തിട്ട് ആ കറിക്കൊരു ഗ്രേവി നല്ല ഇതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസും വേണമെങ്കിൽ ഒഴിക്കാം. ടൊമാറ്റോ സോസാണ് നല്ലത്. അതും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം അതും മിക്സ് ചെയ്ത് എടുക്കുക. ഉണ്ട് നമ്മളെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി സെർവ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്.